മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വൻ വീഴ്ച. മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ട കാനകളുടെ നവീകരണം കനത്ത മഴയിലും തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ട് ഭീഷണി ഒഴിയാതെ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും കാനകളുടെ പുനർനിർമ്മാണം പൂർത്തിയായിട്ടില്ല. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചിരികയാണ്. ജിജീഷ്, ഈ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ അടക്കം രൂക്ഷ വിമർശനം നേരിട്ട സാഹചര്യമുണ്ട്. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കുന്നില്ല. ഒരു മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം, ജനങ്ങൾ അത്രത്തോളം ദുരിത ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴും. പക്ഷേ ആ ഒരു സാഹചര്യം മാറിയിട്ടില്ല, തുടരുക തന്നെയാണല്ലേ? കെ പി, എല്ലാ മഴക്കാലത്തും എല്ലാ വർഷകാലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ വീഴ്ചയാണ്. ഓരോ തവണയും ആ ഒരു വർഷത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചയെ അതിനെ വിലയിരുത്തുകയും അടുത്ത വർഷം പൂർവാധികം ശക്തിയായി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്നെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പ് നൽകുമ്പോൾ പോലും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ കൺമുന്നിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. കൊച്ചി കോർപ്പറേഷനിലടക്കം ഇത്തരത്തിൽ വലിയ വീഴ്ചകൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വീഴ്ച കാണാൻ കഴിയും. കാരണം എല്ലാ വർഷവും തുടർച്ചയായി മഴ പെയ്താൽ നഗരം വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് കാനകളും തോടുകളും യഥാസമയം വൃത്തിയാക്കുന്നില്ല. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ പണി നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്, അതായത് മഴക്കാലത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ജോലികളാണ് ഈ ഒരു സമയത്ത് പോലും അധികൃതർ ഇപ്പോഴും ചെയ്യുന്നത്. കാനകളുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നു. അത് വലിയൊരു ഗതാഗതക്കുരുക്കിന്, സാധാരണ നിലയിൽ മഴ കനക്കുമ്പോൾ തന്നെ പല പ്രദേശങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ഗതാഗതക്കുരുക്കിലാകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം ജോലികൾ കൂടി ഈ സമയത്ത് ചെയ്യുമ്പോൾ ഒരു വശത്ത് ഗതാഗതക്കുരുക്ക്, ഒപ്പം തന്നെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ഈ നിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ കൂടുതലായി ഒഴുക്ക് നിലയ്ക്കുന്നു. അതുകൊണ്ട് പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, ഇട റോഡുകളടക്കം വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, തുടർച്ചയായി കനത്ത മഴ പെയ്തില്ല ഈ അടുത്ത ദിവസങ്ങളിൽ എന്നതുകൊണ്ട് മാത്രമാണ് നഗരപ്രദേശങ്ങൾ വലിയ വെള്ളക്കെട്ടിലേക്ക് പോകാതിരുന്നത്. മുമ്പ് MG റോഡിന്റെ എല്ലാം സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ചെറിയ ഒരു മഴയിൽ പോലും നഗരത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെള്ളം കയറുന്നു, ഇടറോഡുകൾ പോലും വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വീഴ്ച അത് തദ്ദേശ സ്ഥാപനങ്ങൾ ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ്. ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ ഒരു കാരണത്തിന് അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായി മാറുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ആളുകൾ നൽകാറുണ്ട്. ഈ മഴക്കാലത്തിന് മുമ്പ് അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം, കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ, തോടുകൾ ഒഴുക്ക് നിലച്ച ഭാഗങ്ങളിൽ അത് ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നെല്ലാമുള്ള ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൊച്ചി കോർപ്പറേഷൻ അടക്കം വലിയ വീഴ്ച തന്നെയാണ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്ത് പോലും ഇത്തരത്തിൽ കാനകളുടെ പുനർനിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരിക്കുന്നത്. കെ പി.